നമസ്കാരം, വാർത്താവിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ അഭിഷ. CSE ദക്ഷിണ കേരള മഹായിടവകയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം 2026 മെയ് 8 LMS കോമ്പൗണ്ടിലെ വനിതാ സെന്ററിൽ വെച്ച് നടന്നു. CSE ദക്ഷിണ കേരള മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ പ്രിൻസ്റ്റൺ ബെൻ തിരുമേനിയുടെ അധ്യക്ഷതയിൽ മഹായിടവക സെക്രട്ടറി ഡോക്ടർ ടി പ്രവീൺ, ട്രഷറർ റവറൻ ഡോക്ടർ ക്രിസ്റ്റൽ ജയരാജ്, മഹായിടവക ജോയിന്റ് വൈസ് ചെയർമാൻ റവറൻ ഡി സെബാസ്റ്റ്യൻ, പാസ്റ്റർ ബോർഡ് സെക്രട്ടറി റവറൻ ഡോക്ടർ ജയരാജ്, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. യോഗത്തിൽ റവറൻ ഡോക്ടർ ഗിൽബർട്ട് ജോസ് അച്ഛനെ ദക്ഷിണ കേരള മഹായിടവക വൈസ് ചെയർമാനായി ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. വൈസ് ചെയർമാനായി ചുമതലയേറ്റ റവറൻ ഡോക്ടർ ഗിൽബർട്ട് ജോസ് അച്ഛന് ദക്ഷിണ കേരള മഹായിടവകയുടെയും കമ്മ്യൂണിക്കേഷൻ ബോർഡിന്റെയും ആശംസകൾ അറിയിക്കുന്നു. ദക്ഷിണ കേരള മഹായിടവകയ്ക്ക് രാഷ്ട്രീയ മേഖലയിൽ 4 പുതിയ താരോദയങ്ങൾ കൂടി. തമിഴ്നാട്ടിലെ വിളവൻകോട് നിയമസഭാ മണ്ഡലത്തിൽ 2026 നിയമസഭാ അംഗമായി CSE ദക്ഷിണ കേരള മഹായിടവക സെക്രട്ടറി ഡോക്ടർ ടി പ്രവീൺ തെരഞ്ഞെടുക്കപ്പെട്ടു. അതോടൊപ്പം കേരള നിയമസഭാ അംഗമായി നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തിൽ നിന്ന് N ശക്തൻ, കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ നിന്ന് MR ബൈജു, അരുവിക്കര മണ്ഡലത്തിൽ നിന്ന് അഡ്വക്കേറ്റ് D സ്റ്റീഫൻ എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു. നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ ടി പ്രവീൺ, N ശക്തൻ, MR ബൈജു, D സ്റ്റീഫൻ എന്നിവർക്ക് ദക്ഷിണ കേരള മഹായിടവകയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ദക്ഷിണ കേരള മഹായിടവക വൈദികരുടെയും സഭാ ശുശ്രൂഷകരുടെയും മിനിസ്ട്രി കോൺഫറൻസ് 2026 മെയ് 15 വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷയോടെ MMCSA കത്തീഡ്രൽ സഭയിൽ വെച്ച് അഭിവന്ദ്യ റൈറ്റ് റവറൻ ഡോക്ടർ പ്രിൻസ്റ്റൺ ബെൻ തിരുമേനിയുടെ അധ്യക്ഷതയിൽ നടന്നു. മഹായിടവക ട്രഷറർ റവറൻ ഡോക്ടർ ക്രിസ്റ്റൽ ജയരാജ്, വൈസ് ചെയർമാൻ റവറൻ ഡോക്ടർ ഗിൽബർട്ട് ജോസ്, ജോയിന്റ് വൈസ് ചെയർമാൻ റവറൻ ഡി സെബാസ്റ്റ്യൻ, പാസ്റ്റർ ബോർഡ് സെക്രട്ടറി റവറൻ ഡോക്ടർ ജയരാജ്, മറ്റ് എല്ലാ വൈദികരും സഭാ ശുശ്രൂഷകരും യോഗത്തിൽ പങ്കെടുത്തു. തുടർന്ന് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റൽ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വോയിസ് തെറാപ്പിയെ കുറിച്ചുള്ള ക്ലാസുകൾ LMSലെ TJM ഹാളിൽ വെച്ച് നടന്നു. 220ാം വേദമാണിക്യം റിങ്കിൾ ടോബെ ദിനാചരണത്തോടനുബന്ധിച്ച് 2026 മെയ് 16 ശനിയാഴ്ച യുവജന സെമിനാറും പൊതുസമ്മേളനവും LMS കോമ്പൗണ്ടിൽ വെച്ച് നടന്നു. CSE ദക്ഷിണ കേരള മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ പ്രിൻസ്റ്റൺ ബെൻ തിരുമേനി, ബിഷപ്പമ്മ ബീന പ്രിൻസ്റ്റൺ, മഹായിടവക സെക്രട്ടറി ഡോക്ടർ ടി പ്രവീൺ, ട്രഷറർ റവറൻ ഡോക്ടർ ക്രിസ്റ്റൽ ജയരാജ്, വൈസ് ചെയർമാൻ റവറൻ ഡോക്ടർ ഗിൽബർട്ട് ജോസ്, ജോയിന്റ് വൈസ് ചെയർമാൻ റവറൻ ഡി സെബാസ്റ്റ്യൻ, പാസ്റ്റർ ബോർഡ് സെക്രട്ടറി റവറൻ ഡോക്ടർ ജയരാജ്, ദളിത് ബോർഡ് ഡയറക്ടർ റവറൻ സാബു അബ്രഹാം, കോർഡിനേറ്റർ റവറൻ SL സജികുമാർ, സെക്രട്ടറി W സുരേഷ്, കൺവീനർ മിൽട്ടൺ തുടങ്ങിയവരും മറ്റ് വൈദികരും സഭാ ശുശ്രൂഷകരും പരിപാടിയിൽ പങ്കെടുത്തു. തദ്ദേശ മിഷണറിയും പട്ടക്കാരനുമായ തിരുവിതാംകൂറിലെ റവറൻ വേദമാണിക്യം മഹാരാജന്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ ദിവസത്തെ റവറൻ വേദമാണിക്യ റിങ്കിൾ ടോബെ ദിനമായി ആചരിക്കുന്നത്. സമ്മേളനത്തിൽ 2025-2026 അധ്യയന വർഷത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം നേടിയ പ്രതിഭകളെ അനുമോദിക്കുകയും ദളിത് വിഭാഗത്തിലെ സഭാ കമ്മിറ്റി അംഗങ്ങൾ, കപ്പ്യാർമാർ, സംഘടനാ ഭാരവാഹികൾ, ഔദ്യോഗിക ഭാരവാഹികൾ, ഡിസ്ട്രിക്ട് കൗൺസിൽ സെക്രട്ടറിമാർ, സഭാ ശുശ്രൂഷയിൽ നിന്ന് വിരമിച്ച വൈദികർ, കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ആദരിക്കുകയും ചെയ്തു. CSE ദക്ഷിണ കേരള മഹായിടവക സപ്ത പദ്ധതിയിലെ തണൽ പദ്ധതിയുടെ ഭാഗമായി 13ാമത് ഭവന തറക്കല്ലിടൽ 2026 മെയ് 18 രാവിലെ 9 മണിക്ക് പാലിയോട് വെച്ച് നടക്കുന്നു. തറക്കല്ലിടലിന്റെ ഉദ്ഘാടനം മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ പ്രിൻസ്റ്റൺ ബെൻ തിരുമേനി നിർവഹിക്കും. മഹായിടവക സെക്രട്ടറി ഡോക്ടർ ടി പ്രവീൺ മുഖ്യ സന്ദേശം നൽകും. ദക്ഷിണ കേരള മഹായിടവകയിൽ സ്വന്തമായി ഭവനമില്ലാത്ത സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സഭാജനങ്ങൾക്കായി സ്വപ്ന ഭവനം നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണ് തണൽ പദ്ധതി. ഈ പദ്ധതിയിലൂടെ ഇതുവരെ 12 ഭവനങ്ങളാണ് നിർമ്മിച്ചിട്ടുള്ളത്. ദക്ഷിണ കേരള മഹായിടവക യുവജന പ്രവർത്തന സമിതിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര രക്തദാന ദിനവുമായി ബന്ധപ്പെട്ട് 2026 ജൂൺ 14 രാവിലെ 11 മണി മുതൽ രക്തദാന ക്യാമ്പും ബോധവൽക്കരണ സെമിനാറും രക്തയാനം ജീവന്റെ പ്രയാണം നമ്മിലൂടെ എന്ന പേരിൽ LMS കോമ്പൗണ്ടിൽ വെച്ച് നടത്തപ്പെടുന്നു. രക്തദാനത്തിന്റെയും അവയവദാനത്തിന്റെ പ്രാധാന്യവും ആവശ്യകതയും വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ അനുഭവം കൊണ്ടും പ്രവൃത്തി കൊണ്ടും രക്തദാന രംഗത്തും അവയവദാന രംഗത്തും നമ്മുടെ തലമുറയെ മാതൃകയുള്ളതാക്കുന്നതിന് ഈ സെമിനാറിലൂടെ സഹായകമാകും. ദക്ഷിണ കേരള മഹായിടവകയിലെ എല്ലാ വിശ്വാസികളെയും യുവതി യുവാക്കളെയും രക്തദാനം 2026 ക്ഷണിക്കുന്നു. ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നൽകിയിട്ടുള്ള ഫോമിൽ പേര് വിവരങ്ങൾ പൂരിപ്പിച്ച് മഹായിടവക യുവജന പ്രവർത്തന സമിതി ഓഫീസിൽ മെയ് 30 വൈകുന്നേരം 3 മണിക്ക് മുൻപായി എത്തിക്കേണ്ടതാണ്. മംഗല്യ 2026 വിവാഹ സഹായ പദ്ധതിക്കായി അപേക്ഷ ക്ഷണിക്കുന്നു. ദക്ഷിണ കേരള മഹായിടവക ശ്രീജന സഖ്യം സംഘടിപ്പിക്കുന്ന മംഗല്യ 2026 പദ്ധതിയുടെ ഭാഗമായി വിവാഹിതരാകാൻ താല്പര്യമുള്ള യുവതികളിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു.
മാതാപിതാക്കൾ ഇല്ലാത്തവർ, രോഗികളായ മാതാപിതാക്കളുള്ളവർ, ഉപേക്ഷിക്കപ്പെട്ടവർ എന്നിവർക്ക് മുൻഗണന ലഭിക്കും. ലഭിക്കുന്ന അപേക്ഷയിൽ നിന്ന് 25 ദമ്പതികളെ തിരഞ്ഞെടുക്കും. അപേക്ഷകർ സഭാ ശുശ്രൂഷകന്റെയും ഡിസ്ട്രിക്ട് ചെയർമാന്റെയും ശുപാർശ സഹിതം 2026 ജൂൺ 15 മുമ്പായി മഹായിടവക ശ്രീജന സഖ്യ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. മംഗല്യം 2026 പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്കായി എല്ലാവരും സഹകരിക്കണമെന്നും പെൺമക്കളുടെ വിവാഹ സ്വപ്നം സഫലമാകുന്നതിനായി കുടുംബ രൂപീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്യുക. പദ്ധതിയുടെ ഭാഗമായി ജൂലൈ 19 മംഗല്യ ഞായറായി ആചരിക്കുകയും ബോക്സ് കളക്ഷൻ, മേശമേൽ കാണിക്ക, രസീത് കളക്ഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ക്രമപ്രകാരം നടത്തും. ഇതുവരെ മംഗല്യ പദ്ധതിയിലൂടെ രൂപീകൃതമായത് 101 കുടുംബങ്ങളാണ്. ദക്ഷിണ കേരള മഹായിടവക പാലിയേറ്റീവ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ ജൂലൈ 14 സൗഖ്യദായക ഞായറായി ആചരിക്കുന്നു. പാലിയേറ്റീവ് കെയറിന്റെ കീഴിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ 12 ഏരിയകളിൽ വേദനിക്കുന്നവർക്ക് സാന്ത്വനമായി 5000-ലധികം രോഗികൾക്ക് ആശ്വാസമായി നടന്നുവരുന്നു. വളരെ പ്രാഗൽഭ്യം നേടിയ ഡോക്ടർമാർ, നഴ്സുമാർ എന്നിവരുടെ സേവനവും രോഗികൾക്കായി പ്രത്യേകം ആംബുലൻസ് സൗകര്യവും നൽകി വരുന്നു. ഏരിയ കോർഡിനേറ്റേഴ്സ്, ഡയറക്ടർ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ഈ പ്രവർത്തനങ്ങൾക്ക് സഹായം ലഭിക്കുന്നതിന് വേണ്ടി സഭകളിൽ മുൻകൂട്ടി പരസ്യം പറയുകയും സൗഖ്യദായക ഞായർ ആചരിക്കുന്ന ദിവസം ആരാധനയുടെ സ്തോത്ര കാഴ്ചയിൽ ലഭിക്കുന്ന മുഴുവൻ തുകയും മഹായിടവക ട്രഷറിയിൽ അടച്ച് രസീത് കൈപ്പറ്റേണ്ടതാണ്. സൗഖ്യദായക ശുശ്രൂഷ ഞായർ ആരാധനയിൽ പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആവശ്യങ്ങളെക്കുറിച്ചും സംസാരിച്ച് വചന ശുശ്രൂഷ നിർവഹിക്കാൻ മഹായിടവക നിർദ്ദേശിക്കുന്നവർ ഡിസ്ട്രിക്ട് സഭകളിലും ചെയർമാൻ നിയോഗിക്കുന്നവർ സഭയിലെ പ്രതിനിധികളായും എത്തിച്ചേരേണ്ടതാണ്. സൗഖ്യദായക ശുശ്രൂഷ ഞായർ വിജയകരമായ ക്രമീകരണങ്ങൾക്കായി അതത് ഡിസ്ട്രിക്ട് ചെയർമാൻമാരുടെ നിർദ്ദേശപ്രകാരം സഭാ ശുശ്രൂഷകർ പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് പറയുവാൻ വരുന്ന പ്രതിനിധികൾക്ക് അവസരം നൽകേണ്ടതാണ്. CSE ദക്ഷിണ കേരള മഹായിടവക ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ റീഹാബിലിറ്റേഷൻ ഓഫ് ദി ഡിസേബിൾഡ് സ്പെഷ്യൽ സ്കൂളിൽ 2026-2027 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. ഭൗതിക വൈകല്യം, ഓട്ടിസം, സെറിബൽ പാൽസി, പഠന വൈകല്യങ്ങൾ തുടങ്ങിയ ശാരീരിക, മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് വിദഗ്ധമായ പരിശീലനം ഉറപ്പു നൽകുന്നു. അതോടൊപ്പം ഓരോ കുട്ടികൾക്കും പ്രത്യേക ശ്രദ്ധയും എല്ലാ ദിവസവും തെറാപ്പികളും ഉറപ്പാക്കുന്നു. കൂടാതെ സ്പെഷ്യൽ വിദ്യാഭ്യാസം, സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, ഒക്കുപേഷണൽ തെറാപ്പി, വ്യക്തിത്വ വികസന പരിശീലനം, ആത്മീയവും മാനസികവുമായ പിന്തുണ, സുരക്ഷിതത്വവും സ്നേഹപൂർവ്വമായ അന്തരീക്ഷവും ഒരുക്കുന്നു. സ്കൂളിൽ വരാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കായി വീട്ടിലെത്തി തെറാപ്പി നൽകുന്നു. CRD ഹോമിൽ താമസിച്ച് പഠിക്കാനുള്ള അവസരവും ലഭ്യമാണ്. വിദഗ്ധരായ അധ്യാപകരും തെറാപ്പിസ്റ്റുകളും നേതൃത്വം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായും അഡ്മിഷനായും 90 61 76 62 93 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. വാർത്തകൾ അവസാനിക്കുന്നില്ല, തുടരും.